ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ വെൽമൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇമോഷണൽ റീ അലൈൻമെന്റ് എന്നുള്ള സെഷന്റെ 9ാമത്തെ ദിവസമാണ്. അപ്പൊ ഈ 9ാമത്തെ ദിവസത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമേ തന്നെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യാത്രയിൽ 9 സെഷൻസ് പിന്നിടുമ്പോൾ നമുക്കുണ്ടായ ചെറിയ മാറ്റങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബുക്കിലൊന്ന് എഴുതുക. എൻ്റെ ജീവിതത്തിൽ ഈ 9 ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിലല്ല, നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് എഴുതി വെക്കുക പ്ലീസ്. എന്താ ഉണ്ടായ മാറ്റങ്ങൾ, എന്താണ് എനിക്കുണ്ടായ മാറ്റങ്ങൾ ഒന്ന് എഴുതി വെക്കും, മനസ്സിൽ തോന്നുന്നത്. ഓക്കെ, എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ചിലർ എഴുതാൻ തുടങ്ങുന്നു. ഇനി ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇത് മറ്റൊന്നുമല്ല, എപ്പോഴും സന്തോഷത്തോടെ നടക്കുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള പ്രായമുള്ള ഒരു വ്യക്തിയെ ഒരു TV അവതാരകൻ ഇന്റർവ്യൂ ചെയ്തു. ആ അവതാരകൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: താങ്കൾ എപ്പോഴും വളരെ സന്തോഷത്തോടാണല്ലോ നടക്കുന്നത്, ആ സന്തോഷത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ദ സീക്രട്ട് ബിഹൈൻഡ് ദ ഹാപ്പിനെസ്. അപ്പൊ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് പ്രസന്നവതനായി മറുപടി പറഞ്ഞു: എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ മനസ്സിൽ 2 തീരുമാനങ്ങൾ ഉണ്ടാവും, 2 ചോയ്സസ്. ഒന്നാമത്തെ ചോയ്സസ്, ഞാൻ സന്തോഷവാനായിരിക്കണമോ. രണ്ടാമത്തെ ചോയ്സ്, ഞാൻ എപ്പോഴും ദുഃഖിച്ചിരിക്കണമോ. അദ്ദേഹം മറുപടി പറഞ്ഞ ഇതാണ്: ഞാൻ എപ്പോഴും ആദ്യത്തെ തീരുമാനമെടുക്കും, സന്തോഷവാനായിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഓരോ ചോയ്സസ് ഉണ്ട്. ആ ചോയ്സസ് നമ്മളെ എന്താക്കുന്നു? നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നു, നമ്മളെ കരുത്താക്കുന്നു. നമ്മളുടെ കയ്യിൽ ഒരു കപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. വി കാൺട്ട് പോർ ഫ്രം എംപ്റ്റി കപ്പ്. ആ കപ്പ് ശൂന്യമാണെങ്കിൽ ആർക്കും അത് കൊടുക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമുക്കും ഹാപ്പിയാകാം, നമുക്കും സന്തോഷവാനാകാം. അതിന് ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ചെറിയ ചെറിയ വിജയങ്ങളെയൊക്കെ നിങ്ങൾ ആസ്വദിക്കുക. അപ്പൊ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. ഓരോ ദിവസവും 2 ചോയ്സസ് ഉണ്ട്. എക്സ്ക്യൂസസ് പറയണോ, പ്രോഗ്രസ് വേണോ? ഏതായിരിക്കും നമ്മുടെ ചോയ്സ്? ഇ ആണോ, പി ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. ഓരോ ദിവസവും 2 ഓപ്ഷൻ ഉണ്ട്. എക്സ്ക്യൂസസ്, ഒഴിവ് കഴിവുകൾ പറയുക. ഐ ആം നോട്ട് ഏബിൾ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രോഗ്രസ്. ഏതായിരിക്കും നിങ്ങളുടെ ചോയ്സ്? എക്സ്ക്യൂസസ് ആണെങ്കിൽ ഇ എന്ന് എഴുതുക, അല്ലെങ്കിൽ പി എന്ന് എഴുതുക. ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഓരോ ദിവസവും 2 ചോയ്സസ് ഉണ്ട്. ഏത് ചോയ്സ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്? ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഇട്ടോ. ഇ ആണെങ്കിൽ എക്സ്ക്യൂസസ്, പി ആണെങ്കിൽ പ്രോഗ്രസ്. ചാറ്റ് ബോക്സ് കണ്ടോ? ഇത് വായിച്ചോ? സ്ക്രീൻ കാണാവോ? there are only 2 options: make progress or make excuses. എന്തായിരിക്കും നിങ്ങളുടെ ചോയ്സ്? കേൾക്കുന്നുണ്ടോ?
ഇ എന്നാൽ എക്സ്ക്യൂസ്, പി എന്നാൽ പ്രോഗ്രസ്. ചാറ്റ് ബോക്സിൽ ആരുടെയെങ്കിലും മെസ്സേജ് വന്നോ? കുറച്ചുപേര് പി എന്നിട്ടിട്ടുണ്ട്. പി 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 ആരും ഇട്ടിട്ടില്ല. പി 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 പ്രോഗ്രസ് ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യും. പി പി എല്ലാരും ബിവൽ സാർ ഇട്ടു, മേരി കുഞ്ഞുമാം ഇട്ടു. അത് എനിക്ക് പ്രോഗ്രസ് ആണ് വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടോ, അതാണ്. അപ്പൊ നമുക്ക് സന്തോഷവാനായിരിക്കാൻ നമ്മളുടെ ഒരു ചോയ്സ് ഉണ്ട്, പ്രോഗ്രസ് ആകാനും നമ്മളുടെ ചോയ്സ് ഉണ്ട്. അപ്പം എല്ലാവരും ചാറ്റ് ബോക്സ് ഉപയോഗിച്ചതിന് വളരെ നന്ദി. അപ്പൊ നമുക്ക് വീണ്ടും ഇന്നത്തെ സെഷനിലേക്ക് കൂടുതൽ താമസിക്കാതെ തന്നെ നമുക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇമോഷണൽ അക്സെപ്റ്റൻസസ്, ആ സ്വീകാര്യത. അപ്പൊ ഇന്നത്തെ സെഷൻ എടുക്കാൻ ഇന്നെത്തിയിരിക്കുന്നത് ഷബാസ് ഷംനാദാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. വെൽമൈൻഡിന്റെ എല്ലാമായ ഷബാസ് ഷംനാദാണ്. PhD സ്കോളറാണ്, ഒപ്പം സൈക്കോളജിസ്റ്റ്, ഹിപ്നോ തെറാപ്പിസ്റ്റ്, ബൈ പ്രൊഫഷൻ ടീച്ചർ ആണെങ്കിലും ഇതാണ് പാഷനായിട്ട് നടക്കുന്നത്. അപ്പൊ ട്രെയിനർ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് പേർക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് കൗൺസിലിംഗ് നടത്തുന്നു. നിരവധി കോഴ്സുകൾ വെൽമൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുള്ള ഷബാസ് ഷംനാദിനെ ഇന്നത്തെ 9ാമത്തെ ദിവസം എടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. ഒപ്പം ഓരോ പാർട്ടിസിപ്പന്റിനും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഷബാസ് ഷംനാദ് ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു ഓൾ. താങ്ക് യു അനിൽ സാർ. ഇത്രയും സ്നേഹത്തോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത ഏവർക്കും അതിന് നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് ഇന്നും ഈ ഒരു നിമിഷം എല്ലാവർക്കും ഒത്തുകൂടാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ വളരെ ഭംഗിയായിട്ട് ഒരു 8 ക്ലാസ് ഫിനിഷ് ചെയ്തു അല്ലേ? അതിന്റെ ഓരോ കണ്ടന്റും നമ്മൾ നല്ല രീതിയിൽ ഓരോന്നും നോക്കി അത് ഡീപ്പായിട്ട് നമ്മൾക്ക് നോട്ടിൽ തന്നേക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കണ്ടന്റുകൾ നമ്മൾ ക്ലാസ്സിൽ ഓരോ കണ്ടന്റും എടുത്ത് വളരെ ഡീപ്പായിട്ട് തന്നെ പറഞ്ഞാണ് പോയത്. അപ്പോ നമ്മളെല്ലാവരും എന്തിനാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്? അതിനൊരു ആൻസർ ജസ്റ്റ് ഒന്ന് എഴുതാവോ നിങ്ങൾ? എന്തിനാണ് ഈ ക്ലാസ്സിലേക്ക്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്? മീൻസ് ഞാൻ ട്രെയിനർ ആവാൻ, ഇത് പഠിക്കാൻ, അങ്ങനെയല്ല. എന്നിൽ എന്ത് മാറ്റം വരുത്താൻ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ച ചോദ്യം. ഇതാണ്, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത്? അപ്പോ അതിലിപ്പോ ചിലവർക്ക് ട്രെയിനർ ആകാൻ താല്പര്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് നോളജ് അക്വയർ ചെയ്യാൻ. ഇങ്ങനെയല്ല, ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ വരുത്താനുള്ള ചേഞ്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്പെസിഫിക് ആൻസർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ട്രെയിനർ, ഞാൻ ട്രെയിനർ ആയി കഴിയുമ്പോൾ അതിൽ എന്ത് മാറ്റം കൊണ്ടുവന്നാണ് ഞാൻ ഒരു ട്രെയിനറായി മാറുന്നത്? അവിടെയാണെങ്കിലും അല്ലെങ്കിൽ നോളജ് അക്വയർ ഉദ്ദേശിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? എന്തിന്റെയും ആ ഡീപ് പോയിന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ പറയുകയാണ്, ഈ ക്ലാസ്സിലൂടെ ഞാൻ ഒരു ട്രെയിനറായി മാറുകയാണ്, മറ്റുള്ളവരുടെ ലൈഫ് ഹാപ്പി ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അലൈൻ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. അതിലൂടെ ഞാൻ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ ഞാൻ ഒരു പ്ലഷർ കണ്ടെത്തുന്നു. അപ്പൊ എന്റെ ഉദ്ദേശം, എന്റെ പ്ലഷർ. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊന്ന് എഴുതുക. എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം? പിന്നെ ഒരാൾ പറയാണ്, ഞാൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് നോളജ് അക്വയർ ചെയ്യാനാണ്. നോളജ് അക്വയർ ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പ്ലഷർ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അതിന്റെ അൾട്ടിമേറ്റ് എയിം? എഴുതി കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് 1-2 പേര് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ദീപ ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ വന്നത് കൊണ്ട്? അതായത് നമ്മുടെ ഇമോഷൻസ് തന്നെ ഒന്ന്
നമുക്ക് കുറെ ഇമോഷൻസ്, ഓരോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഇമോഷൻസ് നമുക്ക് അതിനെ എങ്ങനെ നല്ല രീതിയിലേക്ക് ആക്കാം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. പിന്നെ അങ്ങനെ കുറെ ടെക്നിക്സ് ഇപ്പം പറഞ്ഞതിൽ തന്നെ, ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ തന്നെ ജേർണലിങ്, അത് എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ടെക്നിക്സ് പഠിച്ച് നമുക്ക് തന്നെ ഒരു ഇത് വരുമ്പം നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു ദീപ ടീച്ചറെ. ജയ മാം ഒന്ന് പറയാവോ, ജയ മാം എന്താണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്? എനിക്കും എന്നെ തന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ദീപ മാം പറഞ്ഞതുപോലെ തന്നെ ഈ ജേർണലിംഗ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പക്ഷെ ചെയ്യാനൊന്നും തുടങ്ങിയില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു ജയ മാം. മാമിനിപ്പോ ജേർണലിംഗ് എന്താണെന്ന് മനസ്സിലായി. അപ്പോ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാതെ ജസ്റ്റ് ഈ ഇതിൽ പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താതെ നമുക്ക് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ ജേർണലിംഗ് പറയുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു പേപ്പറിൽ കുറച്ച് എഴുതിയത് കൊണ്ട് എന്ത് മാറ്റമാണ് എന്റെ ലൈഫിൽ വരുന്നത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. പക്ഷെ ആ ഒരു എഴുത്ത് കൊണ്ട് വരുന്ന മാറ്റം 2 ദിവസം എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തും നമുക്ക് എക്സ്പീരിയൻസ് ആണ്, ഒരാൾ പറയുന്നതിൽ നിന്ന് അല്ല. കാരണം നമ്മുടെ എന്താണ് ഇമോഷൻസ്, മൈൻഡ്, ഇതൊക്കെ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നു, ഇന്നതാണ്, അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ഓർഗൻ ഇല്ല. ഇപ്പോ ബ്രെയിൻ എന്നൊരു ഓർഗൻ ഉണ്ട്, പക്ഷെ മൈൻഡ് ഇന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് എന്താ കാണിച്ചു ഇതാണ് എന്ന് തൊട്ട് കാണിക്കാനോ മനസ്സിലാക്കാനോ ഒന്നുമില്ല. അപ്പൊ ആ ഇല്ലാത്തൊരു സംഭവത്തിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങളാണ്. അപ്പൊ അതിന് നമ്മൾ എന്താ സ്പെസിഫൈ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അല്ലാതെ അതേക്കുറിച്ച് ജസ്റ്റ് കേട്ട് പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ യാതൊരു പ്രയോജനം വരില്ല. ഇപ്പൊ ജേർണലിംഗ് അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ചെയ്യാൻ സാധിക്കും. പകരം ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോഴാണ് നമുക്കതൊരു ഫസ്റ്റ് ടൈം ചെയ്ത് അതിന്റെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് എന്താണ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അത് ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് മാറും. അപ്പൊ നമ്മൾ ഇത് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കണം. ജയമാമ പറഞ്ഞത് എന്താണ്? ജയമാമിന്റെ ഇമോഷൻസിനെ ഒന്ന് സെറ്റ് ആക്കുക. എല്ലാവരും ആ ഒരു മെയിൻ എയിം, നമ്മള് സെറ്റായി നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകുക എന്നത് തന്നെയാണ് ഈ ഒരു കോഴ്സിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം. ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ഒന്ന് സെറ്റ് ആക്കുക, അതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക്ക് ഇമോഷണൽ അക്സെപ്റ്റൻസ്. നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇമോഷൻസിനെ കൊണ്ടുപോകാം എന്നതാണ്. അതായത് ഫ്രം റെസിസ്റ്റൻസ് ടു ഇന്നർ പീസ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ എന്താ ചെയ്യണം, നമ്മൾ അതിനെ എതിർക്കുമ്പോൾ, അതായത് അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് വരുന്നത്. പകരം നമ്മൾ ഈ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വളരെ കാമായിട്ട് മാറും. നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി കിട്ടും. ഓരോ ഇമോഷൻസിന് പിന്നിലും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. പ്യുവർ ക്ലാരിറ്റിയിലേക്ക് നമ്മുടെ മാറും. അപ്പൊ എന്താണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്നർ റെസിസ്റ്റൻസ് മാറ്റി ഇന്നർ പീസിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വി ആർ ടോട്ട് ടു കൺട്രോൾ ഇമോഷൻസ്, നോട്ട് അണ്ടർസ്റ്റാൻഡ് ദം. നമ്മൾ ചെറുപ്പം മുതലേ എല്ലാവരെയും പഠിപ്പിക്കുന്നത്, അയ്യോ കരയുമ്പോ പറയുന്നത് എന്താ, കരയേണ്ട ആവശ്യമില്ല, കരയല്ല വേണ്ടത്, അല്ലെ? പിന്നെ ആൺപിള്ളേര് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല, നീ ബോൾഡ് ആയിട്ട് ഇരിക്കണം, അല്ലെ? നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്, ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടാ ചെന്ന് പറയുന്നത് അയ്യോ കരയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യല്ലേ, നിങ്ങൾ ബോൾഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കണം, നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഈ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നില്ല. നമ്മളെ ലൈഫിൽ ചെറുപ്പം മുതലേ എല്ലാവരും എന്ത് ചെയ്യാ, ഇതിനെ കൺട്രോൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്.
അതിനെ മനസ്സിലാക്കാൻ. അപ്പൊ നമ്മൾ എന്താ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇമോഷൻസുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാം. ആങ്കർ വരും. ആങ്കർ വരുമ്പോ അത് മറ്റുള്ളവരുടെ, അതായത് പല ഇമോഷൻസിനെ നമ്മൾ ശരിയല്ല, അങ്ങനെ വരാൻ പാടില്ല, ഇപ്പൊ എനിക്ക് ദേഷ്യം വരാൻ പാടില്ല, ഞാൻ കാം ആയിരിക്കണം. അപ്പോ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സങ്കടം വന്നപ്പോ നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത് ചെറുപ്പം മുതൽ. അല്ലാതെ ഈ വരുന്ന ഇമോഷൻസിനെ എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതെന്ന് ഒരിക്കലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്ന, അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ചേഞ്ചസ് വരുത്തേണ്ടത്. നമ്മുടെ ആ കാലമൊക്കെ കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഇപ്പോഴും നമുക്ക് അതിലേക്ക് ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഇപ്പൊ സങ്കടം വന്നു, എനിക്കിപ്പോ ഉള്ള ഫീലിംഗ് സങ്കടമാണ്, അതിന് പിന്നിലെ കാരണം ഇതാണ്. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കരഞ്ഞു തീർക്കാനാണെങ്കിൽ അത് കരയുക. അതിനെ നമ്മൾ സപ്രസ് ചെയ്ത് ഉള്ളിൽ ഒതുക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് കാരണം എന്താ, നമ്മൾ കുറേ കാര്യങ്ങൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ ജേർണലിങ് അല്ലെങ്കിൽ കുറെ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്ത് അതിന് ആ ഒരു സങ്കടം വരുന്നതിന് എന്തെങ്കിലും പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അനിൽ സാറേ, ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, നമ്മുടെ മീറ്റിംഗ് 10 മിനിറ്റിനുള്ളിൽ സ്റ്റോപ്പ് ആകും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹലോ, ഞാനും കണ്ടു. സംതിങ് എറർ അല്ലേ? സംതിങ് എറർ. എന്താണ് എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾ ചെയ്തത് ആദ്യത്തെ ഒരു 2 ആഴ്ചത്തെ മാത്രമാണ് ഷെഡ്യൂൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല, കണ്ടിന്യൂ ചെയ്തോ, നമുക്ക് അത് കഴിഞ്ഞ് 1 മിനിറ്റ് ഉള്ളപ്പോ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. ശരി, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, സോറി. അപ്പോ ഞാൻ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്റെ ഒരു സൂം ഐ ഡി വരുന്നത് പെയ്ഡ് സൂം തന്നെയാണ്. പിന്നെ ഞാൻ അതിൽ എന്തോ ഷെഡ്യൂൾ ചെയ്തതിലുള്ള പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ആകും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ആക്കിയിട്ട് നെക്സ്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളെ ചെറുപ്പം മുതലേ നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാണ്, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇപ്പൊ വരുന്ന ഇമോഷൻസിന് റീസൺ എന്താണ്, ആ ഒരു സംഭവം ഹീൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇത് ഉള്ളിലേക്ക് ഒതുക്കി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഇമോഷനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റിങ്ങിന് പകരം എന്താണ്, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഫൈറ്റ് ചെയ്യാതെ അതിനെ മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു സങ്കടം വന്നു, ജസ്റ്റ് കരഞ്ഞു, ആ കരച്ചിലോട് കൂടി നമ്മുടെ എന്താണ്, നമ്മൾ പറയില്ലേ കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു റിലീഫ്. അതുപോലെ ആ സങ്കടത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനെ ഉള്ളിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, അത് ഹീലായി പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളില് ഹൈഡായിട്ടോ അല്ലെങ്കിൽ ഉള്ളില് എന്താണ് അടിഞ്ഞുകൂടുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഒരു സമയത്ത് എന്താ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന സിഗ്നൽസ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു എന്താണ് ഫയറിന്റെ അടുത്ത് ചെന്നു, നമുക്ക് എന്താണ് ചൂടടിച്ചു കഴിയുമ്പോൾ കൈ വലിക്കാനുള്ള ഒരു സിഗ്നൽ അല്ലെ? ആ ചൂടെന്ന് പറഞ്ഞാൽ എന്താ, വലിക്കാനുള്ള ഒരു സിഗ്നൽ ആണ്. അല്ലെ? ഫയറിന്റെ അടുത്തിൽ നിന്ന് ചൂടടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു സിഗ്നൽ ആണ്. ആ ചൂട് എന്നുള്ള ആ ഒരു ഇത് ബോഡിക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൈ വലിക്കും സ്വാഭാവികം. ഇതുപോലെയാണ് നമ്മുടെ ഇമോഷൻസ്. ഈ ഇമോഷൻസിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, നമുക്ക് തരുന്ന സിഗ്നൽസ് ആയത് ഈ ഓരോ ഇമോഷൻസ് ആയിട്ട് വരുന്നത്. അതൊരിക്കലും നമ്മുടെ പ്രോബ്ലംസ് അല്ല. ഓരോ ഇമോഷൻസിനും അതിൻ്റെതായ മീനിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ എന്താണ് ആങ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യപ്പെട്ടു, അല്ലെ? നമുക്കൊരു അതായത് നമ്മൾ 2 ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുമ്പോ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തെ ഒപ്പോസ് ചെയ്ത് അയാള് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുകളിലേക്ക് വരുമ്പോഴാണ് എന്താണ്, നമുക്കത് റൈറ്റ് അല്ല എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ആങ്കർ വരുന്നത്, അല്ലെ? ഒരു ഇഷ്യൂല് നമുക്ക് ദേഷ്യം വരുന്ന എപ്പോഴാണ്, അപ്പുറം പറയുന്ന ആള്
എന്താണ് നമ്മുടെ ലിമിറ്റ്സ് ക്രോസ് ചെയ്തു, നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു ആങ്കറിലൂടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഫിയർ, പേടി, അത് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ അല്ലെ? അതായത് പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നവരുണ്ട്. എന്താണ്? പാമ്പ് നമ്മളെ ഉപദ്രവിക്കും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമുക്ക് ആ ഒരു പേടി വരുന്നത്. ഇനി നമ്മളൊരു സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ അവരിലാൽ അപമാനിക്കപ്പെടുമോ എന്നുള്ളൊരു പേടി. ഞാൻ സ്റ്റേജിൽ കയറി പറഞ്ഞു, എനിക്ക് പറയുന്നത് മറ്റുള്ളവര് ഞാൻ പറയുന്ന രീതിയിൽ ആയിരിക്കും എടുക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങള് ഒരു നല്ല വേ ആണോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മറ്റുള്ളവര് അത് എന്താണ് നെഗറ്റീവായിട്ട് എടുക്കുമോ എന്നുള്ള ഒരു പേടി, ആ എന്താണ് മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുമോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പൊ നമുക്ക് എന്താണ് ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഫിയർ വരുന്നത്. അതുപോലെ സാഡ്നെസ്, നമുക്ക് സങ്കടം വരുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അതായത് നമ്മൾ തോൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് തോൽവി? എന്താണ്? നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അവിടെ നമുക്ക് വിജയിച്ച് നമുക്ക് നേടാൻ സാധിച്ചില്ല, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് എന്താണ് സങ്കടം വരുന്നത്. അതുപോലെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് ഫുൾഫിൽ ആയി കഴിയുമ്പോൾ നമുക്ക് എന്താണ് സന്തോഷം വരും. അപ്പൊ നമ്മൾ എന്താണ് ഈ ഇമോഷൻസിനെ റെസിസ്റ്റ് ചെയ്യുമ്പോ അതെന്താണ് ഇന്റൻസിഫൈ ആകാണ്. നമ്മൾ അതിനെ എതിർക്കുമ്പോ അത് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ? പകരം നമ്മൾ എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോ അത് സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ എന്താണ് ഈ കാര്യങ്ങളെ സപ്രസ് ചെയ്യുമ്പോ എന്താണ് വീണ്ടും അത് സ്ട്രോങ് ആയിട്ട്, ഇപ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ അത് ഒഴിവാക്കി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇതാക്കി കഴിയുമ്പോ പ്രഷർ കുക്കർ പോലെ ആ സമയത്ത് നമ്മൾ ചിലപ്പോ അവിടെ നിന്ന് കാമായിട്ടൊന്ന് മാറി നിൽക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഇമോഷൻസിനെ നല്ല രീതിയിലല്ല നമ്മൾ നോക്കിയിരിക്കുന്നത് എങ്കിൽ അതെല്ലാം ഉള്ളിൽ അടിഞ്ഞ് നമുക്ക് പറയാനുള്ള കാര്യം പുറത്ത് പറയാതെ, നമ്മുടെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാതെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂടി ഇതെല്ലാം മനസ്സിന്റെ ഉള്ളിലേക്ക് എടുത്ത് അതവിടെ സ്ട്രോങ് ആയിട്ട് മാറുകയാണ്. അത് കഴിയുമ്പോ കുറെ നാൾ ഇങ്ങനെ ഈ ഇമോഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഒരു എല്ലാ കൺട്രോളും വിട്ടുപോയി നമ്മൾ വളരെ ഇതായിട്ട് പ്രതികരിക്കാൻ തീരുമാനിക്കും. ആ സമയത്ത് നമുക്ക് കിട്ടില്ല, കാരണം ഇതെല്ലാം ഉള്ളിൽ ഇതിന്റെ എല്ലാം ഇത് ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഉള്ളിൽ കിടക്കുന്ന പ്രഷർ നമ്മൾ ഇതെല്ലാം ഒതുക്കി പ്രഷർ ഇങ്ങനെ ഒതുക്കി വെച്ച് അത് കൊള്ളാനുള്ളൊരു ഇതുണ്ടാവും. ഇത് കഴിഞ്ഞ് പറ്റാതായി കഴിയുമ്പോ ഇതെന്താണ് എല്ലാം കൂടെ ഒരുമിച്ചൊരു നമുക്ക് തന്നെ നെഗറ്റീവ് ആവുന്ന രീതിയിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇതിനെ എന്താണ് റെസിസ്റ്റ് ചെയ്യോ സപ്രസ് ചെയ്യോ അവോയ്ഡ് ചെയ്യോ അല്ല ചെയ്യേണ്ടത്. ഈ ഇമോഷൻസിനെ നമ്മൾ എന്താണോ തരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഹീലാക്കുക. ഒരു ഇഷ്യൂ വന്നു, ഒരു സാഡ് വന്നു, അപ്പോ ആ സാഡ്നെസ് വരുമ്പോ നമുക്ക് സങ്കടം കരയുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് എടുത്ത് ഇനി അതിന്റെ എന്താണ് ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്ത് അതെന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും ആ ഒരു കാര്യം നമ്മൾ ഹീലാക്കുക. അല്ലാതെ നമ്മൾ എന്താണ് ഇനി ദേഷ്യം വരുമ്പോ ആണെങ്കിലോ, ഇപ്പൊ നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു, നമുക്ക് അവിടെ നമ്മൾ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്, പില്ലോ ടെക്നിക്ക്. ആ ദേഷ്യം എന്താ, നമ്മൾ റൂം അടച്ച് നമ്മുടെ പില്ലോയിൽ നമ്മുടെ ആ ദേഷ്യം ഉള്ളിൽ കിടക്കുന്ന ആ സംഭവം പില്ലോയിൽ അടിക്കുക. ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിനെ നമ്മൾ എന്താ ഫ്രണ്ടിൽ കണ്ടിട്ട് ആ പില്ലോയിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രഷർ ഫുൾ ആ പില്ലോയിലേക്ക് നമ്മൾ കൊടുക്കുക. നമ്മുടെ മൈൻഡ് ഇമാജിനറി ആണ്. അതിനുശേഷം നമ്മൾ ഇതിന്റെ നെഗറ്റീവ്സ് പോസിറ്റീവ് നമ്മൾ ജേർണൽ പോലെ എഴുതി അത് പൂർണ്ണമായും എന്താ ചെയ്യുക, ഹീൽ ചെയ്ത് മാറ്റുക. അല്ലാതെ ഇത് ഉള്ളിൽ ഇങ്ങനെ നിറച്ചു വെക്കുന്നവർക്കാണ് അവസാന നിമിഷം എന്താണ് പൊട്ടിത്തെറിക്കുന്നത്. ഞാനിവിടെ വളരെ മോശമായിട്ട് ചില സ്ഥലങ്ങളിൽ പ്രതികരിച്ചു, പക്ഷെ അപ്പൊ വേണ്ടായിരുന്നു, അത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ വരുന്നു എന്നുണ്ട്, പക്ഷെ എനിക്ക് അപ്പോ സാധിച്ചില്ല എന്ന് പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അപ്പൊ സാധിക്കാത്തത്? നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഈ ഇമോഷൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്.
നമുക്ക് തന്നെ പിടികിട്ടാത്ത ഒരു സമയം എത്തിക്കഴിയുമ്പോൾ അതെന്താ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ ഒരിക്കലും ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റ് ചെയ്യുകയോ സപ്രസ് ചെയ്യുകയോ അല്ല വേണ്ടത്. അത് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളത്തിൽ കിടക്കുന്ന ബോള് പോലെയാണ്. ആ ബോളിനെ നമ്മൾ ഉള്ളിലേക്ക് വെള്ളത്തിനുള്ളിലേക്ക് താത്തി വിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സെക്കൻഡ്, 1 മിനിറ്റിൽ താഴെ അല്ലേ? പൂർവാധികം നമ്മളെ തന്നെ പൂർവാധികം ശക്തിയോടെ ഈ സംഭവം മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 1 മിനിറ്റ് താഴെ അല്ലേ? എക്സസൈസ് കൊടുത്തോ. നമ്മുടെ ഇമോഷൻസിന് എന്താണ് ലൈക്ക് എ ബീച്ച്. ഓക്കെ സാറേ. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഇമോഷൻസ്, ഇപ്പൊ നിങ്ങൾ അത് ഹീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻ എഴുതുക. ജസ്റ്റ് ഇപ്പൊ നമ്മുടെ ഇത് സ്റ്റോപ്പ് ആകും, അതിനുശേഷം വീണ്ടും ലിങ്ക് ഇടാം. നമ്മൾ പെയ്ഡ് സൂം തന്നെയാണ്, പക്ഷെ എന്താണോ എന്റെ ഇഷ്യൂ